ഗായ്സ്, അങ്ങനെ ഇന്ന് നമ്മൾ എയർ ഡ്രൈ ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നോ കുക്കിംഗ് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുള്ളൂ. കോൺഫ്ലവറും ഗ്ലൂവും വിനെഗറും കോക്കനട്ട് ഓയിലും. ആദ്യം തന്നെ ഈ ഒരു കോൺഫ്ലവറിലേക്ക് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. വിനെഗറും കോക്കനട്ട് ഓയിലും ഓപ്ഷണലാണ്. കാരണം വിനെഗർ ഒരു പ്രിസർവേറ്റീവ് പോലെ കുറേ നാൾ കേടാവാതെ നിൽക്കാനും കോക്കനട്ട് ഓയിൽ ഒരു ടെക്സ്ചർ തരാനാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഈ ഒരു കോൺഫ്ലവറിലേക്ക് മാക്സിമം ലിക്വിഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറവ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു കോൺഫ്ലവറിൻ്റെ നേച്ചർ വെച്ചിട്ട് പെട്ടെന്ന് ലൂസായി പോകാനുള്ള സാധ്യത ഉണ്ട്. എൻ്റെ അങ്ങനെ ലൂസായി പോയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു. ഈ കോക്കനട്ട് ഓയിൽ എങ്ങനെ ആഡ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ടൈമിൽ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊക്കെ നല്ലോണം നീഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്കുള്ളൊരു ടെക്സ്ചർ കിട്ടും. ഇത് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്തതാണെങ്കിൽ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഒരു മെസ്സി പ്രോസസ്സാണ്. ആ ഒരു ടേബിളിലും എൻ്റെ ഡ്രസ്സിലും ഒക്കെ കയ്യിൽ വരെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സാധനം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാമെന്ന്. ഇനി കുറച്ച് ASMR ആകാം. ഇത് ഭയങ്കര സോഫ്റ്റാട്ടോ. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ എയർ ഡ്രൈ ക്ലേ വാങ്ങാൻ കിട്ടുമ്പോൾ ഒരു കവർ ഉണ്ടാവില്ലേ, ആ കുറച്ച് കവേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 കവറിലേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഭവം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇതുവരെ ക്ലേ വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലേ കൈമ കിട്ടിയപ്പം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ